തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. കൂടാതെ ഇന്ന് നമ്മളോടൊപ്പം രണ്ട് അതിഥികൾ കൂടിയുണ്ട്. മാള ഹോളി ഗ്രേസ് അക്കാദമിക് ഡയറക്ടർ ജോസ് ജോസഫ് ആലുങ്കൻ സാറിനെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സാർ. കൂടാതെ മാള ഹോളി ഗ്രേസിലെ സയൻസ് അധ്യാപിക ജിഷ ടീച്ചറെയും ഏറെ സ്നേഹത്തോടെ നമുക്ക് ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ടീച്ചർ. സിസ്റ്ററെ, ഇന്നത്തെ ചെറുപ്പക്കാർക്കിടയിൽ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു വൈമുഖ്യം കാണുന്നുണ്ട്, ഒരു പേടി പോലെ. ഇത് ഇന്നത്തെ പല ചർച്ചകളിലും ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ചർച്ചയിൽ ഇതിനെക്കുറിച്ചായാലോ ഇന്നത്തെ വിഷയം? ഓക്കെ, തീർച്ചയായിട്ടും. ഇപ്പോൾ എൻ്റെ കൂടെ ആയിരിക്കുന്ന ഇപ്പോൾ ടീച്ചറിനെ സംബന്ധിച്ചാണെങ്കിലും സാറിനെ സംബന്ധിച്ചാണെങ്കിലും ജിഷ ടീച്ചറെ സംബന്ധിച്ചായാലും ഒരു വിവാഹ അന്തസ്സിലേക്ക് പ്രവേശിച്ചവരാണ്. ഞാനും ഒരു സന്യാസ ജീവിതവൃത്തിയിലേക്ക് പ്രവേശിച്ച ഒരാളാണ്. നമുക്കറിയാം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പരിപൂർണതയിലേക്ക് അല്ലെങ്കിൽ ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് നമ്മൾ കടന്നു വരുന്നതിൻ്റെ ഒരു സൂചകമാണ്. നമ്മളാരും മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് സ്റ്റാറ്റിക് അല്ല, അതൊരു ഡൈനാമിക് പ്രൊസീജിയറാണ്. ഇപ്പം ബാല്യകാലം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഒരു യൗവന കാലത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിത പരിപൂർണതയ്ക്ക് വേണ്ടുന്ന ഒരു പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ളതും സമൂഹപരമായിട്ടുള്ളതും, അതായത് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ആവശ്യമാണ് ഒരു ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത്. ഭൂരിഭാഗവും ദൈവം സ്ഥാപിച്ചതും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതും ദൈവം നയിച്ചു കൊണ്ടുപോകുന്നതുമായിട്ടുള്ള ഒരു ജീവിതാന്തസ് കൂടിയാണ് വിവാഹ ജീവിതാന്തസ്. ഇപ്പോൾ ഇന്ന് ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു വിവാഹ അന്തസ്സിലേക്ക് പ്രവേശിക്കാനായിട്ട് അവർക്ക് പേടിയാണ്. പല കാരണങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് കൂടുതലും നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരും വിവാഹ ജീവിതത്തിലായിരിക്കുന്നവരും അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളെ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ സംതൃപ്തമല്ലാത്ത ചില കാര്യങ്ങളെ അമിതമായിട്ട് പ്രൊജക്റ്റ് ചെയ്യുക മൂലവും അല്ലെങ്കിൽ ആ ഒരു ജീവിത അന്തസ്സിന് അത്രയ്ക്കൊരു വില കൽപ്പിക്കാത്തത് മൂലവും, അതിനൊരു നമ്മൾ പറയുന്നൊരു വാല്യൂ കൊടുക്കാത്തത് മൂലവും, അതിനെ ഒരു ദൈവിക ദാനമായിട്ട് കാണാത്തത് മൂലമൊക്കെ ഉണ്ടാകുന്ന ചില പ്രതിഫലനങ്ങൾ ഇന്ന് ചെറുപ്പക്കാരിലേക്കൊരു നെഗറ്റീവ് തോട്ടിലേക്ക് അത് കൊണ്ടുപോകുന്നുണ്ട്. വളരെ നിഷേധാത്മകമായിട്ടുള്ളൊരു മനോഭാവത്തിലേക്ക് അത് കൊണ്ടുപോകുന്നുണ്ട്. ഇല്ല എന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം പലപ്പോഴും ഈ ചെറുപ്പക്കാരുടെ കേസസ് ഒക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ മാതാപിതാക്കളാണ് കൊണ്ടുവരുന്നത്. സിസ്റ്ററെ നോക്ക്, ഇവനിപ്പോൾ 35 വയസ്സായി, അല്ലെങ്കിൽ മോൾക്ക് ഇപ്പോൾ 40 വയസ്സായി സിസ്റ്ററെ, ഒരു വിവാഹത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും അവൾ ഒട്ടും അടുക്കുന്നില്ല, അത് വേണ്ട എന്നാണ് പറയുന്നത്. ഇനി ഞങ്ങളുടെ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ഇവരെ ആര് നോക്കാനാണ്, അല്ലെങ്കിൽ ഇവരെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു, അത് ഭർത്താവായാലും ശരി ഭാര്യ ആയാലും ശരി, ഏൽപ്പിച്ചു എന്നൊരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സംതൃപ്തി ഞങ്ങൾക്ക് കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞ് ഒത്തിരിയേറെ പേര് സമീപിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇത് വളരെ റെലവന്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എഡ്യൂക്കേഷനും അതുപോലെ തന്നെ നല്ല സാമ്പത്തിക സ്ഥിതിയും ഒരു ജോലിയും ഒക്കെ ഉള്ളത് കൊണ്ടാണ്, അതിൽ സന്തുഷ്ടരാണ് എന്നതുകൊണ്ടാണോ ഇന്നത്തെ ചെറുപ്പക്കാർ ചിലപ്പോഴും കണ്ടിട്ടുണ്ട്. പല കാരണങ്ങളുണ്ട്. അതിൽ ഈ പറഞ്ഞതൊരു വളരെ റെലവന്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് കൂടുതൽ സമൂഹവുമായിട്ട് അടുത്തിടപഴകുന്നു, അതുപോലെ ചെറുപ്പക്കാരുടെ ഒരു മനോഭാവത്തെക്കുറിച്ചൊക്കെ കുറച്ചുകൂടിയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നവരെന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒത്തിരിയേറെ കാര്യങ്ങൾ പറയാനുണ്ട്. സിസ്റ്റർ, എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇപ്പം നമ്മളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മളൊരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ടോളറേറ്റ് ചെയ്യാനുള്ളൊരു മെൻ്റൽ കപ്പാസിറ്റി നമുക്കുണ്ട്. ഇപ്പം എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് 26 ഇയേഴ്സായി. നേരത്തെ സാറ് പറഞ്ഞ പോലെ 31 ഇയറായിട്ട് വളരെ സന്തോഷപരമായൊരു ജീവിതം നയിക്കുന്നു. അതുപോലെ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് 26 ഇയേഴ്സ് കഴിഞ്ഞു.
വളരെ സന്തോഷപരമായിട്ട്. ആ ഒരു സന്തോഷം കിട്ടുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ദൈവാനുഗ്രഹം. അതോടൊപ്പം തന്നെ തമ്മിൽ എല്ലാം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോറി പറയേണ്ടടുത്ത് സോറി പറയാനുള്ളൊരു മനസ്ഥിതി രണ്ടുപേർക്കുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങളുടെ ഒരു പോളിസി എന്ന് വെച്ചാൽ ഞങ്ങളുടെ കുട്ടികൾക്ക് ഞങ്ങളെപ്പോഴും ഒരു മാതൃകയായിരിക്കണം. അതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. ഇപ്പോഴത്തെ ജനറേഷനിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ടോളറൻസ് ലെവല് കുറവാണ്. അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരാം, അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്, ലൈഫിൽ ഒരു സ്ട്രഗിൾ വന്ന് അത് ഏറ്റെടുക്കാൻ അങ്ങനത്തെ ഒന്നും താല്പര്യമില്ല, എഫേർട്ട് എടുക്കാൻ താല്പര്യമില്ല. ഭയങ്കര ഒരു ഈസി ഗോയിങ് ആയിട്ട് പോകുന്ന ഒരു തലമുറയാണിത്. അപ്പോൾ ഈ മാരേജ് ലൈഫ് എന്ന് പറയുമ്പോൾ കുറേ റെസ്പോൺസിബിലിറ്റീസ് വരും. അപ്പോൾ അത്രയും ഉത്തരവാദിത്തങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റെടുക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പം നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഒരു ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പണ്ടൊക്കെ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ വീട്ടമ്മയും കഴിഞ്ഞുകൊണ്ടിരുന്നത്. അവർക്ക് വേറെ യാതൊരു വരുമാനമില്ല. ഒരു ഹോം മേക്കറാണ്, വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കുന്നു, ഹസ്ബൻഡ് കൊണ്ടുവരുന്ന സമ്പാദ്യം അത് വീട്ടിൽ ചെലവഴിക്കുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും വർക്കിംഗ് ആണ്. അപ്പം ഞാൻ ഏൺ ചെയ്യുന്നു, അപ്പം എന്തിനു ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോകണമെന്ന് ചിന്തിക്കുന്ന ലേഡീസ് ഇപ്പോഴുണ്ട്. ജെൻസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഈ ഒരു റിസ്ക് എടുക്കണ്ട, അവർ കണ്ടുവരുന്ന ചില ജീവിതങ്ങളൊക്കെ സക്സസ് അല്ല, അതുകൊണ്ട് സക്സസ്ഫുൾ ആവാൻ പറ്റില്ലെങ്കിൽ ഞങ്ങളും വേണ്ട, സിംഗിളായിട്ട് ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന കുറച്ച് ചെറുപ്പക്കാർ നമ്മളുടെ ഇടയിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതോട് എനിക്ക് ചേർത്ത് പറയാനുള്ളത്, നമ്മുടെ ഒരു പരമ്പരാഗതമായ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പേട്രിയാർക്കൽ സൊസൈറ്റി അതായിരുന്നു. അപ്പോൾ ഇപ്പോൾ വളർന്നു വരുന്ന പെൺകുട്ടികളെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത് അക്സെപ്റ്റ് ചെയ്യാൻ അവർ വില്ലിങ് അല്ല. അവർ കാരണം എന്ന് വെച്ചാൽ ഇവരെല്ലാം ദേ ഓൾസോ ബിക്കം ബ്രെഡ് വിന്നേഴ്സ് ഇൻ ദി ലൈഫ്. നേരത്തെ ജിഷു ടീച്ചർ പറഞ്ഞ പോലെ ഹസ്ബൻഡ് ഏൺ ചെയ്യുന്നു, വൈഫ് ഹോം മാനേജ്മെൻറ്റ് നടത്തുന്നു. ആ കാലം വിട്ടുപോയി ഇപ്പം രണ്ടുപേരും ബോത്ത് ആർ ബ്രെഡ് വിന്നേഴ്സ്. അപ്പോൾ അവർക്കൊരു ഈക്വൽ ഫുട്ടിങ്, ഒരു ഈക്വൽ സ്റ്റാറ്റസ് ആണ് അവർ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക എന്നുള്ള ഒരു കാലഘട്ടം മാറിക്കഴിഞ്ഞു. അപ്പം ആ രീതിയിൽ വളർന്നു വരുമ്പോഴത്തേക്ക് ഇവർക്കത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പല കുട്ടികൾക്കും. അതായത് ഇവർ കണ്ടുവന്നത് ഇവരുടെ പേരൻസിൻ്റെ ആണേലും സമൂഹത്തിലാണേലും ഒരു പേട്രിയാർക്കൽ ഫ്ലെയറിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പോകാൻ ഈ കുട്ടികൾ വില്ലിങ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതോടൊപ്പം തന്നെ ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ കരിയർ ഗ്രോത്ത്. അത് ഭയങ്കര ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ ശ്രദ്ധിച്ചു വരുന്ന പെൺകുട്ടികൾ കല്യാണം കഴിക്കുന്ന ഒരു 27, 28 ആ ഇതിലേക്കാണ്. നേരത്തെയൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഒരു 25 താഴെ ആയിരിക്കണമെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ആയിരുന്നു അന്ന്. അതിപ്പം വളരെ കുറവാണ്. അതായത് കുട്ടികൾ നോക്കുന്ന അവരൊരു ജോലിയിൽ പ്രവേശിക്കുന്നു, പിന്നെ അവിടെ നിന്ന് സെറ്റിലാകുന്നു, ഒരു പ്രൊമോഷനോ കൂടെ കഴിഞ്ഞാകാം എന്നുള്ള രീതിയിലേക്ക് വരെ കുട്ടികൾ മാറുന്നുണ്ട്. പെൺകുട്ടികളുടെ ഇടയിലാണ് ഇത് കൂടുതലും കാണുന്നത്. അവർക്കൊരു പേടി പോലെയാണ്. അതിന് കാരണം എന്താണ്? തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചർച്ചയിൽ നമ്മളൊരു ചെറുപ്പക്കാരെ അല്ലെങ്കിൽ അവരുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡിനെ കുറ്റപ്പെടുത്തുകയല്ല, മറിച്ച് അവരെ ആ ഒരു മനോഭാവത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംസ്കാരം, ആ ഒരു സംസ്കാരത്തിൻ്റെ പ്രോസ് ആൻഡ് കോൺസിനെ, അതായത് ആ ഒരു സംസ്കാരത്തിൽ എൻ്റെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിക്കാൻ സാധിക്കുമെന്ന് ഓരോരുത്തരും പേഴ്സണലായിട്ട് ഡിസൈൻ ചെയ്യണേണ്ട, തീരുമാനം എടുക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ചുള്ള നമ്മുടെ ഒരു ചർച്ചയാണിത്. ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഓക്കെ ഇപ്പം തീർച്ചയായിട്ടും ചിലപ്പോൾ പ്രേക്ഷകരിൽ ചെറുപ്പക്കാരുണ്ടെങ്കിൽ ചോദിക്കാം, ഓക്കെ അവരെല്ലാവരും കല്യാണം കഴിച്ച് സിസ്റ്റർ മഠത്തിലുമാണ്, ഇനിയിപ്പം ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കാം. പക്ഷേ അതല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു സംസ്കാരത്തിൽ പലപ്പോഴും പറഞ്ഞ പോലെ ഒരു 20 വയസ്സ്, പണ്ട് കാലത്ത് ഒരു 20 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾ പ്രത്യേകിച്ച് മക്കളുടെ വിവാഹ ജീവിതത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇന്ന് 30 വയസ്സ് കഴിഞ്ഞാലും മാതാപിതാക്കൾ അപ്പോൾ കല്യാണമൊക്കെ ഒന്ന് ആലോചിക്കട്ടെ, നിക്ക് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഒരു കൾച്ചറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പറ്റുന്ന ഒരു പാർട്ട്ണറെ ഞാൻ നോക്കുമ്പോൾ പലരും മേ ബി ചിലപ്പം അണ്ടർ എഡ്യൂക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻ്റ് ആയിരിക്കാം. സോ അവരെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ടോളറേറ്റ് ചെയ്യുന്നത് എങ്ങനെ? അപ്പം അതൊരു വശമാണ്. പിന്നെ ഇതുപോലെ തന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് എന്നുള്ള ഒരു സ്വാതന്ത്ര്യം അർഹിക്കുന്നവരാണ് ഞങ്ങൾ, സ്വാതന്ത്ര്യം വേണം എന്ന് ശഠിക്കുന്നുണ്ട്. ഇപ്പം റീസെൻ്റ്ലി നടന്ന ചില സ്റ്റഡീസ് കാണിക്കുന്നത്
വിവാഹ ജീവിതത്തിൽ അല്ലെ വിവാഹ ജീവിതത്തിലുള്ളവരും വിവാഹ ജീവിതത്തിൽ അല്ലാത്തവരും തമ്മിലുള്ള അവരുടെ ഒരു ലൈഫ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫിനെ നമ്മളിന്ന് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് വിവാഹം ചെയ്തവരെക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കാണിക്കുന്നത് വിവാഹം ചെയ്യാത്തവരാണെന്ന് ചില സ്റ്റഡീസ് വരുന്നുണ്ട്. അത് ഇന്നത്തെ ഒരു ഇൻഫ്ലുവൻസ് ആണത്. അതാണ് കൃത്യമായതെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതൊരു മനോഭാവമാണ്. ഈ ഒരു മനോഭാവം കടന്നു വരാനായിട്ട് നമുക്ക് കുറേ കൾച്ചറൽ അഡാപ്റ്റേഷനൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പല വെസ്റ്റേൺ കൾച്ചറിനെയും അഡാപ്റ്റ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഈ അഡാപ്റ്റേഷന് പറ്റുന്നൊരു സംസ്കാരമാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ജീവിക്കുന്നവർക്ക് ഒരു റെസ്പോൺസിബിൾ ഉണ്ടാവണം, അതുപോലെ തന്നെ ഫ്രീഡം ഉണ്ടാവണം. അപ്പം ഈ റെസ്പോൺസിബിലിറ്റിയുടെ കാര്യത്തിൽ നമ്മുടെ മക്കൾ എത്രമാത്രം ഉയർന്നിരിക്കുന്നു അത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ തന്നെ കരിയറിൻ്റെ കാര്യത്തിലും ഈ പറഞ്ഞ ഒരു അടുത്ത പ്രൊമോഷൻ എന്ന് നോക്കി പോകുമ്പോൾ പലപ്പോഴും വിവാഹം ഒരു സെക്കൻഡറി ആയിട്ട് പ്രയോറിറ്റൈസ്ഡ് ആയിട്ട് പോകുന്നില്ല. അപ്പോൾ ഒരു കാലഘട്ടം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് തോന്നുകയാണ്, ഒരു 40 കഴിയുമ്പോഴത്തേക്ക് തോന്നുവാണ് എനിക്കൊരു ജീവിത പങ്കാളി വേണം എന്ന് തോന്നുമ്പോഴാണ് നമ്മുടെ അടുത്ത പ്രശ്നങ്ങൾ വരുന്നത്. അതായത് കുട്ടികൾ ഉണ്ടാകുന്നതിൽ കുട്ടികളുടെ വൈകല്യങ്ങൾ വരുന്നു. ഡിസോർഡറിനെ കുറിച്ചൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് ഓട്ടിസം പോലെയുള്ള ഡിസോർഡറിനെ കുറിച്ച്, ഡൗൺ സിൻഡ്രോം പോലെയുള്ള ഡിസോർഡറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇവർക്കിത് ഈ ഒരു സോഷ്യൽ ഇൻഫോർമേഷൻ കിട്ടുകയാണ്. ഇപ്പം എൻ്റെ ഇടയ്ക്ക് വന്ന് ചില കുറച്ച് ഒരു 40 ആയിട്ട് നിൽക്കുന്നവർ ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യത്തെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാൻ ഒരു കോമൺ ടോക്കിന് വേണ്ടിയിട്ടൊക്കെ വരുമ്പോൾ അവർ ചോദിക്കുന്ന കാര്യം, സിസ്റ്റർ ഇനിയിപ്പോൾ ഒരു കല്യാണം കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരു ഫുൾഫിൽമെൻറ്റ് എന്നുള്ള രീതിയിൽ അടുത്തൊരു ജനറേഷന് ഞങ്ങൾ ജന്മം കൊടുക്കണം. സോ ഇത് ഞങ്ങളുടെ ഒത്തിരി പ്രോബ്ലമാറ്റിക് ഒരു ഏജ് ആയില്ലേ. ഇനിയിപ്പോൾ ഒരു കല്യാണം കഴിച്ചതിന് ശേഷം ഒരു കുടുംബ ജീവിതം നയിക്കാൻ പറ്റാതെ അല്ലെ ഒരു കുട്ടികൾക്ക് ജന്മം കൊടുക്കാതെയൊക്കെ പോകുമ്പോൾ അത് ഒരു ഡിസ്ട്രോയിഡ് ഫാമിലി ആയി പോവില്ലേ. അങ്ങനെ വന്നാൽ വേണ്ട. അപ്പൊ ഇവര് പറയുന്ന ഈ ഒരു ചാൻസസിനെ ഇവര് ഇങ്ങനെ നള്ളിഫൈ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഇതും ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു വൈമുഖ്യം ഉണ്ടാക്കാനുള്ള ഒരു കാരണങ്ങളാകുന്നുണ്ട്. ഗുഡ്നസ് ടിവിയുടെ വളർച്ചയിൽ കൈകോർത്ത എല്ലാ നല്ലവരായ പ്രേക്ഷകരെയും നന്ദിയോടെ സ്മരിച്ച് ഞങ്ങളുടെ ഏറ്റവും പുതിയ ഉദ്യമം ഏറെ അഭിമാനത്തോടെ നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കുന്നു. ഗുഡ്നസ് ടിവി ഇൻ OTT പ്ലാറ്റ്ഫോം. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആൻഡ്രോയിഡ് HTBയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Goodness. Stay with God. നമ്മൾ മാതാപിതാക്കൾ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ വളർത്തുന്നത് കൊണ്ടല്ലേ, കാരണം ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ഒരു ശേഷി അവർക്ക് ചെറുപ്പത്തിലേ വളർത്തിക്കൊണ്ടുവരാതെ ആ വിവാഹപ്രായം എത്തുമ്പോൾ അവരതിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രവണത. കാരണം എല്ലാ സന്തോഷങ്ങളും കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കാണുന്നത് മക്കൾക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ആ ഒരു പേടി ഇതിലൂടെയും ഉണ്ടാകുന്നതല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ഫാമിലി, നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ ലൈഫുണ്ട്, വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ഒരു ലൈഫുണ്ട്, ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള നമ്മുടെ ലൈഫുണ്ട്, ഒരു പ്രൊഫഷണൽ ലൈഫുണ്ട്. ഓക്കെ, ഇപ്പോഴത്തെ ഒരു സംവിധാനത്തിൽ നമ്മൾ കാണുന്നത്, ഇപ്പോൾ കുഞ്ഞുങ്ങളെ ആയാലും വീട്ടിൽ വളർത്തുമ്പോൾ അവർ പഠിക്കുന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ഫോക്കസ്ഡ് മാത്രമാണ്, അക്കാഡമിക് ഫോക്കസ്ഡ് മാത്രമായിട്ട് അവരെ അങ്ങ് വിടുകയാണ്. അതിനുശേഷം അത് ഫാമിലിയിലേക്ക്, ഇപ്പോൾ ഫാമിലിയിൽ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി കുറച്ച് ഇഷ്യൂസൊക്കെ ആയിട്ട്, ആങ്സൈറ്റി റിലേറ്റഡ് ഇഷ്യൂസൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഓക്കെ, നമുക്ക് ഈ സ്ട്രെസ്സിനെയൊക്കെ നമുക്ക് കുറച്ച് കോപ്പിംഗ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരാനായിട്ട് കുക്കിംഗ് നല്ലതാണ്, ഗാർഡനിങ് നല്ലതാണ്, വീട്ടിലെ കുറച്ച് ജോലികളൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ അങ്ങനെ എന്തൊക്കെ അറിയാം ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, സിസ്റ്റർ ചായ വെക്കാൻ എനിക്കറിയാം. അപ്പോൾ ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 19-20 വയസ്സ് കാലഘട്ടത്തിലേക്ക് വന്നൊരു പെൺകുട്ടിയാണ് പറയുന്നത്, എനിക്ക് ചായ വെക്കാൻ അറിയാം. ഞാൻ ചോദിച്ചു, ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ? ഇല്ല. പ്ലേറ്റ്, ഡിഷസ്, വാഷക്കാര്യം, ഓയോ സിസ്റ്റർ, അത് എന്നോട് ഈ പാത്രം കഴുകാനൊന്നും എന്നോട് പറയരുത് കേട്ടോ. അതുപോലെ തന്നെ അടിച്ചു വാരിയിടുക, നോ. പിന്നെ എൻ്റെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് ആലോചിക്കാനേ വയ്യ. ഗസ്റ്റ് വരുന്ന സമയത്ത് സാധാരണ ഞാൻ ചെയ്യാറുള്ളത്, ഒന്നില്ലെങ്കിൽ എൻ്റെ റൂമിലേക്ക് പോയിരിക്കും, അല്ല ഞാൻ പുറത്തേക്ക് പോയി കളയും, വണ്ടിയുണ്ട്, ഡ്രൈവ് ചെയ്ത് പോകും. സോ നമുക്ക് നമ്മുടെ ഒരു ഫാമിലി ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ ഈ ഫാമിലിയിലുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാവണം.
അതുപോലെ തന്നെ ഗസ്റ്റിനെ സ്വീകരിക്കാനുള്ള താല്പര്യം ഉണ്ടാവണം, ഫാമിലിയിൽ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കുന്ന ഒരു ഇതൊന്നും നമ്മളൊരു അവിടെ ഒരു സെർവൻ്റ് ആയതുകൊണ്ട് ചെയ്യുന്നതല്ല. സോ വി ആർ ഇൻവോൾവിങ് ഇൻ ഫാമിലി ലൈഫ്. അല്ല, സിസ്റ്റർ പറഞ്ഞപ്പം എൻ്റെ മനസ്സിൽ കടന്നു വരുന്നത്, ഞങ്ങൾ ഹോളി ഗ്രേസ് അക്കാഡമിയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ 5th സ്റ്റാൻഡേർഡ് മുതൽ ഒരു ലൈഫ് സ്കിൽ ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതായത് ഹോം സയൻസ് ലാബ്. ആ ഹോം സയൻസ് ലാബിൽ ബോയ്സും ഗേൾസും ഈ പറഞ്ഞ ഈ കുക്കിങ്ങും സെർവിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ സ്കൂളിൽ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ സെർവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ കുട്ടികളുണ്ട്. ഈ കുട്ടികളെ ഡ്രസ്സൊക്കെ ചെയ്യിച്ച് അവരെ കൊണ്ട് ചെയ്യിക്കുന്നു. ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് നോയിങ് ഹോസ്പിറ്റാലിറ്റി. പിന്നെ സിസ്റ്റർ പറഞ്ഞ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഉള്ള വിമുഖത, അത് എവിടുന്ന് തുടങ്ങണം? അത് തീർച്ചയായിട്ടും തുടങ്ങേണ്ടത് വീടുകളിൽ തന്നെയാണ്. ഒരു കുട്ടിയുടെ ആദ്യ ടീച്ചർ എന്ന് പറഞ്ഞത് മദറാണ്, രണ്ടാമത്തെ ഫാദറാണ്, മൂന്നാമതാണ് നമ്മുടെ സ്കൂളിൽ LKG പ്രീ KGയിലേക്ക് വരുമ്പോൾ. അപ്പം നമ്മൾ ഈ സമയത്ത് ജാപ്പനീസ് എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലെ ചില മോഡൽസ് ഉണ്ട്. അതായത് അവിടുത്തെ സ്കൂളുകളിൽ ആയ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റില്ല, ജാനിറ്റർ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റില്ല. KG മുതൽ ക്ലാസ് റൂം തൊട്ട് വാഷ്റൂം വരെ ക്ലീൻ ചെയ്യുന്നത് കുട്ടികളാണ്. അത് ജപ്പാൻ ചെയ്യുന്നത് അവിടുത്തെ 13 കോടിയോളം വരുന്ന ജനങ്ങളും ആ ഒരു മോഡലിലൂടെയാണ് കടന്നു പോയിരിക്കുന്നത്. അപ്പോൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർ ഒളിച്ചോടുന്നില്ല, അവരെ ആ ഉത്തരവാദിത്തത്തിലേക്ക് കൊണ്ടുവരുന്നു. അതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയോടാണ്. അത് പറഞ്ഞ പോലെ നമ്മുടെ പേഴ്സണൽ ലൈഫിലും നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലും ഈ കുട്ടികളുടെ കരിയറിനെയും ഫ്യൂച്ചറിനെയും എല്ലാം എൻഹാൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം തീർച്ചയായിട്ടും ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളത് വീടുകളിൽ നിന്ന് തുടങ്ങണം. രണ്ടാമത് നമ്മൾ സ്കൂളുകളിലേക്കും കൊണ്ടുവരേണ്ടതാണ്. തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. സ്കൂളിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും പ്രശംസനീയമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നീട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഷെയർഡ് മനസ്ഥിതി. അതായത് ഇന്ന് കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ട് പറ്റാത്തത്. ഇപ്പോൾ ഞാൻ ഈ പ്രീമാരിറ്റൽ കോഴ്സൊക്കെ കൊടുക്കുന്ന ക്ലാസ്സുകൾ എടുക്കുമ്പോഴത്തേക്കും ചിലരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എത്രമാത്രം ഷെയർ ചെയ്യാനുള്ള. കാരണം വിവാഹ ജീവിതത്തിലേക്ക് കടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ഷെയറിങ് ഉണ്ട്. ഇവൺ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ഫിസിക്കലായിട്ടുള്ളൊരു ഷെയറിങ് ഉണ്ട്, ഇമോഷണലി ഷെയറിങ് ഉണ്ട്, എക്കണോമിക്കൽ ഷെയറിങ് ഉണ്ട്, വാല്യൂസ് ഷെയറിങ് ഉണ്ട്. അപ്പം എനിക്ക് എൻ്റെ ഒരു ജീവിത പങ്കാളിയുമായിട്ട് കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഫ്ലോപ്പാണ്. ഇപ്പോൾ വിവാഹത്തിന് ശേഷം വെരി ഏർലി സ്റ്റേജ് ഓഫ് വിവാഹം നടന്നതിന് ശേഷം ഒരു ഇനിഷ്യൽ സ്റ്റേജസിൽ പ്രശ്നങ്ങളുണ്ടായി വന്നവർ ഞാൻ സംസാരിച്ചപ്പോഴത്തേക്ക് മനസ്സിലായത്, വൈഫ് പറയുന്നത്, എനിക്കൊരു റൂമിൽ ഇവൻ ഒരു ബെഡിൽ വേറൊരു ആളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. സോ ഒരു റൂമിൽ 2 ബെഡ് ഇട്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഒരു ഫാമിലി ലൈഫിൽ അത്രയ്ക്കും ഷെയർ ചെയ്യാനായിട്ട് പറ്റാത്തൊരു മനസ്ഥിതിയുമായിട്ട് ഒരു യങ്സ്റ്റർ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജീവിതവും ദുരിതപൂർണമായി, കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന ആളുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ എത്രയോ പേര്, ഭർത്താവായാലും ശരി ഭാര്യ ആയാലും ശരി, ഇതുപോലെ സഹിക്കുന്നവരുണ്ടെന്നറിയാമോ? കാരണം അവർ വന്ന് ഷെയർ ചെയ്യുമ്പോഴത്തേക്കുമാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇവർക്ക് ഈ വിവാഹ ജീവിതത്തിൻ്റെ വാല്യൂ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷെയറിങ്. അതുപോലെ തന്നെ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അടുത്ത ആളുമായിട്ട് അത് പങ്കുവയ്ക്കാൻ പറ്റില്ല. ഇതുപോലെ തന്നെ എക്കണോമിക്കൽ കാര്യം, ഫിനാൻഷ്യൽ കാര്യങ്ങൾ. എൻ്റെ പൈസ, എൻ്റെ കാര്യം, എൻ്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചു, ഒരു ഡിഗ്രി വരെ അവർ എനിക്ക് പൈസ തന്നു, ബാക്കിയൊക്കെ ഞാൻ ട്യൂഷൻ എടുത്തും മറ്റു ജോലികൾ ചെയ്തുമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സമ്പാദിച്ചത്. ഇനി സമ്പാദിച്ചതിൽ നിന്ന് എനിക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല. ഈവൻ മാതാപിതാക്കൾക്ക് പോലും ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്ന ചെറുപ്പക്കാരുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ. കാരണം എനിക്ക് വന്നിട്ടുണ്ട് അതേപോലത്തെ ചില കേസുകളൊക്കെ. ഇപ്പം മാതാപിതാക്കൾ പറയുന്നത്, സിസ്റ്ററെ ഇവർക്ക് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വരെയാണ് ഇവരെ പഠിപ്പിക്കാൻ വിട്ടത്. പക്ഷെ ഇപ്പം മകൾ ചോദിക്കുന്നത്, അല്ലെ മകൻ ചോദിക്കുന്നത്, അതെൻ്റെ ആവശ്യമായിരുന്നില്ലല്ലോ, നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വിട്ടത് നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ വിട്ടപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു, ലോൺ എടുക്കേണ്ടി വന്നു, ഞാൻ അടച്ചു തീർക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇത് ഒരു മനോഭാവമായിട്ട് വരികയാണ്. ഇതിന് നമ്മുടെ ഈ പുതിയ ഒരു യങ് ജനറേഷൻ്റെ ഒരു കൾച്ചറൽ ആറ്റിറ്റ്യൂഡ് ഇതിൻ്റെ അകത്ത് ഒത്തിരിയേറെ എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാരണം പുതിയതായിട്ട് നമ്മൾ കാണുന്ന ഇപ്പം സിനിമ, മൂവി കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ചെറുപ്പക്കാരെ സ്വാധീനിക്കുന്നത്. അപ്പം ഇതിലൊക്കെ വിവാഹ ജീവിതത്തിന്റെ മൂല്യത്തെയൊക്കെ വളരെ താഴ്ത്തിക്കെട്ടുന്ന ചില പ്രമേയങ്ങൾ, ഇത് വളരെ മോശമാണ്. സിസ്റ്റർ, പണ്ട് കാലത്തെ പോലെയല്ല ഇന്നത്തെ കുഞ്ഞുങ്ങളെ നമ്മൾ
കൈകാര്യം ചെയ്യുന്നത്. അതായത് പെൺകുഞ്ഞ് ആൺകുഞ്ഞ് എന്നുള്ള വ്യത്യാസമൊന്നുമില്ലാതെ മാതാപിതാക്കൾ തുല്യമായ പ്രാധാന്യം പണ്ട് അങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ ആ തുല്യമായ പ്രാധാന്യത്തോടു കൂടി നമ്മൾ 2 മക്കളാണെങ്കിൽ പെൺകുട്ടികളെ ആൺകുട്ടികളും ഒരേപോലെ സ്നേഹിച്ചും ഒരേപോലെ അവർക്ക് പരസ്പരം ഷെയർ ചെയ്യാനും എല്ലാം നമ്മൾ ഒരേപോലെ കൊടുക്കുന്നു. പക്ഷേ ഇതേ രീതിയിലേക്ക് ഇതേപോലെ വളർന്നു വന്നൊരു കുഞ്ഞ് പക്ഷേ നമ്മുടെ വിവാഹ ജീവിതത്തിൻ്റെ ആ ഒരു സംസ്കാരത്തിൽ ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോഴും ഭർത്താവാണ്, അവർക്ക് കീഴിലാണ് ഭാര്യ എന്നുള്ളൊരു രീതിയിലേക്ക് ഇപ്പോഴും വന്നിട്ടുണ്ട്. അവിടെയും ഒരു മാറ്റം വരേണ്ടതല്ലേ ശരിക്കും? തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന കൾച്ചറൽ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ കൾച്ചറൽ അപ്ബ്രിങ്ങിങ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികളുടെ ആ ഒരു ജനറേഷൻ ആയിരിക്കുമ്പോൾ ഇന്നത്തെ മാതാപിതാക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന പാരന്റിങ് സ്കില്ലും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ പറയുകയാണ് ഒരേപോലെ കുട്ടികളെ കാണണം, പാർഷ്യാലിറ്റി പാടില്ല എന്ന് പറയുന്നു. ഇതിനുശേഷം ഒരു വിവാഹ ജീവിതത്തിലൂടെ ഇപ്പോൾ കൂടുതലും ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് ഭാര്യ പോകുന്ന ഒരു സംവിധാനവും സംസ്കാരവുമാണ് നമുക്കുള്ളത്. അപ്പം അവിടെ വരുമ്പോൾ ഇൻലോസുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. ചിലപ്പോൾ അതിനെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിനെ ഒന്ന് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഇൻലോസ് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതവിടെ മാറ്റം വരണം. കാരണം വേറൊരു കുടുംബത്തിൽ നിന്ന് ആൺപെൺ വ്യത്യാസമില്ലാതെ വളർത്തിക്കൊണ്ടുവന്ന ഒരു മോളാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നതെന്ന് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്ഥിതി ഹസ്ബൻഡിന്റെ വീട്ടില് ഒരു സംവിധാനം അതുണ്ടാവണം. അതുപോലെ തന്നെ കയറി ചെല്ലുമ്പോൾ ഈ ഒരു പെൺകുട്ടിക്കും ഇത് എൻ്റെ ഒരു സ്വന്തമായിട്ടുള്ള വീടാണ്. ഇപ്പം നോർത്ത് നോക്കിക്കേ, അവരാ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞ് പിന്നീട് അവർക്കുണ്ടാകുന്ന കുട്ടികൾ പിന്നീട് ആ ജനറേഷൻ മുഴുവനും പോകുന്നത് ഈ പെൺകുട്ടിയിൽ നിന്നാണ്. അപ്പോൾ വേറൊരു വീട്ടിൽ നിന്ന് കൾച്ചറിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടിയാണ് നമ്മുടെ വീട്ടിലെ കൾച്ചറിനെ മുന്നോട്ടിനി കൊണ്ടുപോകേണ്ടത് എന്നൊരു വിശാല മനസ്ഥിതിയോടുകൂടി ഇൻലോസ് ആൾക്കാർ സ്വീകരിക്കേണ്ടതായിട്ടും ഉണ്ട്. അല്ല, അത് സിസ്റ്റർ പറഞ്ഞാൽ വലിയൊരു അഡാപ്റ്റേഷനാണ് അവിടെ നടക്കുന്നത്. പെൺകുട്ടികളെ സംബന്ധിച്ച് പെൺകുട്ടികളാണല്ലോ കൂടുതൽ അഡാപ്റ്റ് ചെയ്യുന്നത്, അല്ലെ ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. അതായത് എന്തുകൊണ്ട് പുരുഷൻ സ്ത്രീയുടെ കഴുത്തിൽ താലി കെട്ടുന്നു, തിരിച്ചെന്തുകൊണ്ടായിക്കൂടാ? അതുവരെ സോഷ്യൽ മീഡിയയിലൊക്കെ കഴിഞ്ഞ ദിവസം ചർച്ചയായ കാര്യമാണല്ലോ. അപ്പോൾ നമ്മുടെ സമൂഹം ആ രീതിയിലൊക്കെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ ഇതില് നമ്മൾ പറയുന്നത് ഇപ്പം ഒരാൾ മറ്റൊരാൾക്ക് ആധിപത്യം പുലർത്തുന്നു എന്നുള്ളതല്ല. വിവാഹ ജീവിതത്തിന്റെ ഒരു വളരെ മനോഹരമായ വളരെ സുന്ദരമായ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഈക്വലി ഇവര് രണ്ടുപേരും ഒരേപോലെ തന്നെ മുന്നോട്ട് നയിക്കേണ്ടവരാണെന്ന്. അപ്പോൾ അത് ഒരു പുരുഷനെ ആയാലും ഒരു സ്ത്രീയെ ആയാലും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്കുണ്ടാകേണ്ട മനോഭാവം ഞങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കേണ്ടവരാണ്. അതിലാരും താഴെയല്ല, അതിലാരും മുകളിലല്ല. തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കുന്ന ഒരു യുവജനങ്ങളാണ് ഇപ്പോഴുള്ളത്. കാരണം ഇനി മാരേജ് കഴിഞ്ഞാൽ ഇപ്പൊ കിച്ചണിലെ കാര്യങ്ങളാണെങ്കിലും മറ്റു വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും ഒരുമിച്ച് ചെയ്യാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ മതി, അല്ലെങ്കിൽ വേണ്ട. കാരണം അവർ കണ്ടുകൊണ്ടിരുന്നത് അമ്മ മാത്രം ഇങ്ങനെ കഷ്ടപ്പെടുന്നു, അച്ഛൻ ജോലിക്ക് പോകുന്നു, ഓക്കെ, പക്ഷെ അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇത് ഞങ്ങൾക്ക് പറ്റില്ല, പറ്റുവാണെങ്കിൽ ഒരുമിച്ച് ചെയ്യാം, എങ്കിൽ മാത്രം മതി എന്നുള്ള ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. ടുഗദർ ടുവേർഡ്സ് ടുമോറോ. അത് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ജെൻഡർ ഇക്വാളിറ്റി ഞാൻ പറഞ്ഞ ലോകം മൊത്തം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ അവിടെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെങ്കിൽ അവിടുത്തെ ഈ കുടുംബത്തിലൊക്കെ നടക്കുന്ന അങ്ങനെയാണെന്ന് ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റി പോലും ഈ റൊട്ടേഷനിൽ കൊടുത്തിരിക്കുകയാണ് കുട്ടികൾക്ക്. അതായത് ഒരാഴ്ച ആൺകുട്ടി ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, അതെല്ലാ ജോലികളും. അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് അത് പെൺകുട്ടിക്ക്. അപ്പോൾ അവിടെ ഒരു അബ്സല്യൂട്ട് ജെൻഡർ ഇക്വാളിറ്റിയാണ് അവർ കൊണ്ടുവരുന്നത്. അപ്പം നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കുട്ടികളും ഒക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഒരു പേട്രിയാർക്കൽ വാല്യൂസിൽ നമുക്ക് കുട്ടികളെ ആ രീതിയിൽ പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല. അവരെ അങ്ങനെ നമുക്ക് ആ രീതിയിൽ ആ മോളിലേക്ക് നമുക്ക് ഈ കുട്ടികളെ കൊണ്ടുവരാൻ പറ്റുകയില്ല. ഇതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഒരു ഓൾട്ടർനേറ്റീവ് റിലേഷൻഷിപ്പുകൾ. അതായത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ട് തന്നെ ജീവിച്ചുകൊണ്ട് അവരുടെ ഫിസിയോളജിക്കലായിട്ടുള്ള ഇമോഷണലി കാര്യങ്ങളെ ഫുൾഫിൽ ചെയ്യണമെന്നൊന്നും ഇല്ല എന്നുള്ളൊരു കൾച്ചറും വരികയാണ്. പ്രത്യേകിച്ച് ഈ കൊഹാബിറ്റേഷൻ പോലെയുള്ള ഒരു സ്ഥിതി വിശേഷങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ സംസ്കാരത്തിലേക്ക് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വിവാഹം ചെയ്ത് നിയമപരമായിട്ട് ജീവിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. എനിക്ക് കുറച്ച് നാളത്തേക്ക് ഇഷ്ടപ്പെട്ടു, ഓക്കെ, നീ എൻ്റെ കൂട്ടത്തിൽ ജീവിക്ക്, അതിനുശേഷം കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ആലോചിക്കാം, നീ പോകണമെങ്കിൽ പോയിക്കോ. അപ്പോൾ യാതൊരു നമ്മൾ പറയുന്ന ഒരു മനസ്സറിഞ്ഞ് ഒരു ജീവിത പങ്കാളിയെ നേടാനായിട്ട് ഒരു ആവശ്യമില്ല എന്നൊക്കെ ഒരു ചിന്താഗതി വരികയാണ്. പക്ഷേ
നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യന് ഈ ഭൂമിയിൽ പെരുകി വർദ്ധിക്കാനും ഭൂമിയെ കീഴടക്കാനും അവന് സന്തോഷമായിരിക്കാനും വേണ്ടിയിട്ട് ദൈവം നൽകിയിരിക്കുന്ന ഈ സംവിധാനങ്ങളിൽ വിവാഹ ജീവിതവും കുടുംബജീവിതവും മക്കളും എല്ലാമുള്ള ഒരു സുന്ദരമായൊരു ജീവിതമാണ് ഇവൻ ദൈവം പോലും മനുഷ്യരിൽ നിന്ന് സ്വപ്നം കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരസ്പരം സഹകരിച്ചുകൊണ്ടും പരസ്പര വിധേയത്വ മനസ്ഥിതി കാണിച്ചുകൊണ്ടും പരസ്പരം സ്നേഹിച്ചുകൊണ്ടും ജീവിതത്തെ ഒന്ന് ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പരിപൂർണത നേടിയെടുക്കാൻ വേണ്ടിയിട്ടും ഒരു ജീവിത സാഫല്യം ഉണ്ടാകുവാൻ വേണ്ടിയിട്ടും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ജീവിതാന്തസ്സുകളിലേക്ക് പ്രവേശിക്കാൻ നമ്മുടെ ചെറുപ്പക്കാർ മടിക്കേണ്ടതില്ല. പിന്നെ അതിനോട് അവർ ആ ഒരു വിവാഹാന്തസ്സിലേക്ക് കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന് വേണ്ട രീതിയിലുള്ളൊരു പ്രോത്സാഹനവും സഹകരണവും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും സഭയിൽ നിന്നും നമ്മുടെ രാഷ്ട്രത്തിൽ നിന്നുമെല്ലാം ഉണ്ടാകട്ടെ എന്നും ഞാൻ ആശംസിക്കുകയാണ്. നല്ലൊരു ഭാവി, സുന്ദരമായൊരു ഭാവി നമുക്ക് ഓരോരുത്തർക്കും സംജാതമാകട്ടെ എന്നും ആശംസിക്കുകയാണ്. മനം തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിനും മാള ഹോളി ഗ്രേസ് അക്കാദമിക് ഡയറക്ടർ ജോസ് ജോസഫ് സാറിനും അതുപോലെ ജിഷ ടീച്ചർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം പുതിയൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.